ഒരു ഹൈ വാല്യൂ ഡോമിനന്റ് മെയിലിനെ പോലെ ഓറ ബിൽഡ് ചെയ്യുന്നതിനായി നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ദിവസം മുഴുവനും ക്ഷീണം അനുഭവപ്പെടുന്നു, മൂഡ് എപ്പോഴും ഡൗൺ ആയിരിക്കുന്നു, നിങ്ങളുടെ ഉയരം വർദ്ധിക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയുടെ അധീനതയിലാകുന്നു, ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ്, എത്ര തന്നെ ആഹാരം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ അവ കാണാൻ കഴിയുന്നില്ല തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കുറവാകാം. ഈ പറഞ്ഞവയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകുമെങ്കിലും ഇത് സത്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം തന്നെ കുറച്ച് സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഇത് മനസ്സിലാക്കുകയും കൃത്യസമയത്ത് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഒരു ഹൈ വാല്യൂ ഡോമിനൻ്റ് മെയിൽ ആകുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. എന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആണ് തരാൻ പോകുന്നത്. ഇതിലൂടെ നാച്ചുറലി നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അടുത്ത 7 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മുഴുവൻ എനർജിയെയും മെയിൽ എനർജി എന്ന പേരിൽ പറയാറുണ്ട്. ഇതിനെ സയൻസിൻ്റെ ഭാഷയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒരു എനർജി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഈ ഒരു കാരണത്താൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കഷണ്ടി ഉണ്ടാകുന്നു, യുവാക്കൾക്ക് താടിയും മീശയും ഒന്നും ഉണ്ടാകുന്നില്ല, പിന്നെ എത്ര കഴിച്ചാലും അത് ശരീരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇന്നത്തെ യുവാക്കൾ വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയവയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. ഇവൻച്വലി അവരുടെ സെക്ഷൽ ഹെൽത്തിനും ഡാമേജ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം പെർമനൻ്റ്ലി ഫിക്സ് ചെയ്യുന്നതിനായി നിങ്ങൾ 5 സിമ്പിൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, ഹാവ് ഇനഫ് വൈറ്റമിൻ ഡി ആൻഡ് സിങ്ക്. ബേസിക്കലി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷനിൽ പ്രധാനമായും 2 മൈക്രോ ന്യൂട്രിയൻസ് വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം വരുന്നത് വൈറ്റമിൻ ഡിയും പിന്നെ രണ്ടാമതായി വരുന്നത് സിങ്ക് ആണ്. ഈ 2 മൈക്രോ ന്യൂട്രിയൻസും ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് ജനറേഷനിൽ ഈ 2 മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും കുറവ് കൂടുതലായി കാണപ്പെടുന്നു. ഈ ഒരു കാരണത്താൽ യങ്സ്റ്റേഴ്സിന് ഉറക്കം ലഭിക്കുന്നില്ല, അതുപോലെ മുഴുവൻ ദിവസവും അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. ഇങ്ങനെ അവരുടെ മസിൽ ബിൽഡിങ്സ് പ്രോഗ്രസ്സും വളരെ വീക്കാകുന്നു. ഇത് മാറ്റിയെടുക്കുന്നതിനായി 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, എല്ലാ ദിവസവും 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് വെയിൽ കൊള്ളുക. ഇതിലൂടെ വൈറ്റമിൻ ഡി വളരെ എളുപ്പത്തിൽ ഫുൾഫിൽ ചെയ്യപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രാവിലെ 9 മണി പിന്നെ വൈകുന്നേരം 4 മണി എന്നീ സമയങ്ങളിലല്ലാതെ സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം ഉച്ച സമയത്തെ സൂര്യപ്രകാശം വളരെയധികം ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിന് മുമ്പോ ശേഷമോ പോകാവുന്നതാണ്. ഇനി ഇതല്ലാതെ വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കുന്നതിനായി എഗ്സ്, മഷ്റൂം, തൈര്, ബട്ടർ പിന്നെ നാടൻ നെയ്യും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ജിഞ്ചർ പിന്നെ ഗാർലിക് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലിനെ റോക്കറ്റിനെ പോലെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇവയുടെ റിസൾട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്പർ 2, ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ഹോർമോണൽ സപ്പോർട്ട്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ നാച്ചുറലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലർ ഡയറ്റിനെ ടെസ്റ്റോസ്റ്റിറോൺ ഫ്രണ്ട്ലി ആക്കേണ്ടതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സാലഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ശരിയായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ നാച്ചുറലി ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ സിമുലേറ്റ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും എനർജി ലെവലിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇതിനായി നിങ്ങളുടെ റെഗുലർ ഡയറ്റിൽ ഹെൽത്തി ഫാറ്റും അതോടൊപ്പം തന്നെ ഫൈബറും ഉൾപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 3, ദ കാം മൈൻഡ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സ്ട്രെസ് ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് സൃഷ്ടിച്ചേക്കാം. അങ്ങനെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വളരെ പെട്ടെന്ന് കുറയുകയും ചെയ്യുന്നു. ആക്ച്വലി സ്ട്രെസ് എന്നത് കോർട്ടിസോൾ എന്നു പേരുള്ള ഒരു ഹോർമോൺ കാരണമാണ് ഉണ്ടാകുന്നത്. അത് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു. എത്രത്തോളം സ്ട്രെസ് കൂടുന്നുവോ അത്രത്തോളം ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുകയും അതോടൊപ്പം അത്രത്തോളം തന്നെ എനർജി കുറയുകയും ലോ മസിൽസ്, കുറഞ്ഞ വിൽ പവർ ഉണ്ടാവുക തുടങ്ങിയവയ്ക്ക് ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു കാരണത്താലായിരിക്കും പ്രാചീന കാലത്തിൽ ബാല്യകാലം മുതൽക്കേ ഗുരുകുലത്തിൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി കുട്ടികൾക്ക് ഡീപ്പ് ബ്രീത്തിങ് മെഡിറ്റേഷൻ പിന്നെ മൈൻഡ് റിലാക്സേഷൻ പോലുള്ള ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നാച്ചുറലി ബൂസ്റ്റായി തുടങ്ങുന്നു. നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റിയെ കാം, റിലാക്സ്ഡ് അതുപോലെ ഡോമിനേറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നു.
നമ്പർ 4, ദ മസിൽ ഫോർജ് മെത്തേഡ്. നിങ്ങളൊരു സ്വർണ്ണഖനിയിൽ എത്തിയെന്ന് കരുതുക. അവിടെ ഒരുപാട് സ്വർണ്ണമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സ്വർണ്ണഖനിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കേണ്ടത് എന്നറിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സാധിക്കില്ല എന്നായിരിക്കും. ആക്ച്വലി ഡെയിലി വർക്കൗട്ട് അതുപോലെ തന്നെ സ്ട്രെങ്ത്തിനായുള്ള ട്രെയിനിങ് നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ടെസ്റ്റോസ്റ്റെറോണിനെ എന്ന സ്വർണ്ണത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും നിങ്ങൾ നിങ്ങളുടെ മസിൽ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യത്യസ്ത ലെവൽ സ്ട്രെങ്ത്തും എനർജിയും ഉണ്ടാകും. കാരണം ഇവിടെ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ആക്ച്വലി ഈ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീലും ചെയ്യുന്നു. കാരണം നിങ്ങൾ എപ്പോഴെല്ലാമാണോ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് വേണ്ടി ട്രെയിനിങ് ചെയ്യുന്നത്, അപ്പോഴെല്ലാം നിങ്ങളുടെ ബോഡി സ്വയം മസിൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതുകൂടാതെ മസിൽ മാസ് ഗ്രോത്ത് ഡയറക്റ്റ്ലി ടെസ്റ്റോസ്റ്റെറോൺ ലെവലുമായി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിലിൽ ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ ബോഡി മസിൽ ഡെവലപ്പ് ചെയ്യുന്നത് അത്യാവശ്യമാണ് എന്ന തരത്തിലുള്ള സിഗ്നൽ നൽകുന്നത്. അതായത് നിങ്ങളുടെ ബോഡി നാച്ചുറലി ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ സിഗ്നൽ കാണിക്കുന്നു. ഇതിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു 21 ദിവസം വരെ ഇത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്പർ 5, ബ്രഹ്മചര്യ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? രൺവീർ സിംഗ് അലാവുദ്ദീൻ ഖിൽജി എന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അദ്ദേഹത്തിന് 21 ദിവസത്തേക്ക് ഐസൊലേഷനിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം 21 ദിവസം വരെ അദ്ദേഹത്തിൻ്റെ ഗിര എന്ന ഗ്രാമത്തിലുള്ള വീട്ടിൽ സ്വയം അടച്ചുപൂട്ടി കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് ഡോമിനേറ്റിംഗ് പിന്നെ പവർഫുൾ ഓറ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് പത്മാവത് മൂവിയിൽ കാണാൻ സാധിച്ചു. കാരണം അലാവുദ്ദീൻ ഖിൽജി എന്ന ക്യാരക്ടർ മുഴുവൻ മൂവിയിലും ഓവർ പവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു നേട്ടം കാം മൈൻഡ് ആൻഡ് ബ്രഹ്മചര്യയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഭാഗമാണ്. സത്യം പറയുകയാണെങ്കിൽ ഡോമിനേറ്റിംഗ് ഔറ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. പക്ഷേ ആ ഒരു അൾട്ടിമേറ്റ് പവറിനെ അൺലോക്ക് ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ഈ ഒരു കാരണത്താലാണ് പ്രാചീന കാലത്തിൽ ഗുരുകുലത്തിലെ ഓരോ കുട്ടികളെയും ബാല്യകാലത്തിൽ തന്നെ ബ്രഹ്മചര്യം പാലിക്കാൻ പഠിപ്പിക്കുന്നത്. അവർ ബാല്യകാലം മുതൽക്ക് തന്നെ ഒരു പവർഫുൾ ആൻഡ് ഡോമിനേറ്റിംഗ് ഓറ ബിൽഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയാണ് അവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ യുദ്ധങ്ങളിൽ ജയിച്ചിരുന്നത്. അങ്ങനെ 12-13 വയസ്സിൽ തന്നെ മഹാരാജാവിൻ്റെ കഴിവുകൾ അവർ വികസിപ്പിച്ചെടുക്കുന്നു. പിന്നെ വളരെയധികം ഷാർപ്പ് അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് മൈൻഡായിരുന്നു അവരുടേത്. കാരണം ബ്രഹ്മചര്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിനെ മാത്രം നിയന്ത്രിക്കുക എന്നതല്ല, മറിച്ച് സ്വന്തം ഊർജ്ജത്തെ ശരിയായ ദിശയിൽ ഉപയോഗിക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് പല ഗവേഷണ പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു ആശയമാണിത്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവ നിങ്ങൾ കൃത്യമായ രീതിയിൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഡോമിനൻ്റ് മെയിൽ ഓറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. വെറും 7 ദിവസം നിങ്ങൾ ഇത് പിന്തുടർന്ന് നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാനായി കമൻറ്റ് സെക്ഷൻ എപ്പോഴും അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.